അപ്പോഴേ നമ്മുടെ നല്ല മൂവാണ്ട മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് മൂവാണ്ട മാങ്ങയുടെ ഒരു അച്ചാർ ഇടാവേ. ഈ ഒരു വലുപ്പത്തിലാട്ടോ ഞാൻ മാങ്ങ അരിഞ്ഞെടുത്തത്. തീരെ ചെറുതല്ല, അലുത്തു പോകുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് നന്നായിട്ട് തിരുമ്മി വെയിലത്തൊന്ന് വെക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മാങ്ങ അച്ചാർ, പ്രത്യേകിച്ച് മൂവാണ്ട മാങ്ങയുടെ അച്ചാർ ഇടുന്ന സമയത്ത് നൊരഞ്ഞിങ്ങനെ പൊന്താറുണ്ട് മേളിലോട്ട് വെള്ളം. അതുണ്ടാകാതിരിക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് തിരുമ്മി ഇനി ഒന്ന് ഒരു അരമണിക്കൂർ നല്ല വെയിൽ കൊള്ളിച്ചെടുക്കാവേ. ചെറുതായിട്ടൊന്നും കണ്ട് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്ത്. എല്ലാവർക്കും ആ വെയിലത്തിന്റെ ചുവ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഈ നൊരങ്ങി പൊന്താതിരിക്കുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ വെച്ചേ. ഇനിയിപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായേ നമുക്ക് കടുകിട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇടാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ, ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ. നമുക്കിതൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാങ്ങയ്ക്ക് ഓൾറെഡി ഉപ്പ് തിരുമ്മിയാണ് വെയിലത്ത് വെച്ചത്. അപ്പം ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ സ്റ്റവ് ഓഫ് ആക്കാവേ, അല്ലെ നമ്മൾ പൊടി ഇടുമ്പോഴത്തേനും കരിഞ്ഞു പോവേ. എണ്ണ നല്ല തിളച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 മുളകും കൂടി ഞാൻ മിക്സ് ചെയ്താണ്, 2 സൈസ് മുളകും കൊണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളത് നല്ലതാണ് കേട്ടോ. നമുക്ക് കായം ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ. ഈ എണ്ണയിൽ ഈ മസാലയെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയെല്ലാം, ഒരു കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മാങ്ങയിൽ നിന്ന് നല്ല നീരിറങ്ങും, അതുകൊണ്ട് അധികം വിനാഗിരി വേണ്ട, ഒരു ശകലം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മാങ്ങ ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഞാൻ കുറച്ച് നന്നായിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട്. അപ്പം ഞാൻ ചീനച്ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയേ ഇളക്കാനുള്ള സൗകര്യത്തിനാണ്. അപ്പം ഇതിലോട്ട് ഒരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, അരപ്പൊന്ന് സെറ്റായി വരാനാട്ടോ, എരിവെല്ലാം കൂടി. അപ്പം പഞ്ചസാര ഇഷ്ടമില്ലാത്തവർ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതിയാവേ. ഇനി ഒന്ന് ഇതുപോലെ നല്ല ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നാളെ ആകുമ്പോഴത്തേനും മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ആവശ്യത്തിന് ചാറാവും. കണ്ടോ, നല്ല സൂപ്പർ മാങ്ങ അച്ചാറ്.